ഓർമ്മപ്പെടുത്താൻ ചിലപ്പോഴൊക്കെ ഉണ്ടാകാം, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം പോകുമ്പോൾ അനന്തൻ മാസ്റ്ററുടെ ശൈലിയാണ് ശാശ്വതമായി നാട്ടിൻ്റെ ശൈലി എന്നത്. അത് ഗാന്ധിയൻ തത്വസംഹിതകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. ബഹുമാന്യനായ മഹാത്മജി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ നമ്മളൊക്കെ മനസ്സിൽ ആലോചിക്കുന്ന ഘട്ടത്തിൽ, ചിന്തിക്കുന്ന ഘട്ടത്തിൽ മായ ഒരു ഭാഗമായി ഞാൻ കാണുന്നു. പ്രിയപ്പെട്ട അനന്തൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ജയ്. മുഖ്യ ഭാഷണം നടത്താൻ സാധ്യത. ഒരു മനുഷ്യന് കിട്ടുന്ന, ജീവിതത്തിന് ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി നമ്മൾ കാണേണ്ടത്. എത്രയോ ആളുകൾ അനന്തമാഷക്ക് മുമ്പും അനന്തമാഷക്ക് ശേഷവും ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്ത് നിന്നും വിട പറഞ്ഞു. എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ഓർമ്മിക്കൽ കിട്ടുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ആലോചിക്കുന്നത്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കാണ് മരണശേഷം വിലയിരുത്തപ്പെടുക. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന അംഗീകാരം മരണശേഷവും നിലനിൽക്കണമെങ്കിൽ അത് പൊതുജന മധ്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ, അവർക്ക് നല്ല രീതിയിലുള്ള അവരുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ അതിൽ എത്രമാത്രം നമ്മൾ സഹായിക്കുന്നു എന്നുള്ളത്. അത്തരത്തിലൊരു പൊതുപ്രവർത്തകർക്ക് മാതൃകാപരമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് 33 വർഷക്കാലത്തിന് ശേഷവും പ്രിയപ്പെട്ട അനന്തൻ മാഷ് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹി തുടങ്ങി ഒരുപാട് പദവികൾ വഹിക്കുകയും ഈ നാടിൽ സാക്ഷരതയുടെ പ്രവർത്തനം, അതുപോലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഈ നാടിന്റെ വിഷയങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനതാണ് പറഞ്ഞത്, രാഷ്ട്രീയത്തിനും അപ്പുറം സ്നേഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ അംഗീകാരം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാതൃകാപരമായ. അത്തരത്തിൽ പ്രവർത്തിച്ച ആളുകളെ നമ്മൾ അനുകരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാവുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ആലോചിച്ച് നോക്കും. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനായി മരിച്ചുപോയ ഉമ്മൻചാണ്ടി കടന്നു വന്നു. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത അംഗീകാരം അദ്ദേഹത്തിന് മരണശേഷം അംഗീകാരം കിട്ടിയിട്ടില്ല എന്നല്ല ജീവിച്ചിരിക്കും, അതിനേക്കാൾ 10 മടങ്ങ് ആളുകളുടെ ഹൃദയത്തിൽ എത്രമാത്രം ജീവിച്ചിരുന്നു എന്ന് നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ മരണശേഷം കെട്ടിപ്പടുക്കുന്നതിന് ത്യാഗപൂർണമായ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട ഒരു കാലഘട്ടത്തോളം നിർവഹിച്ചത്. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ പ്രവർത്തനം ഇപ്പോഴും നമ്മുടെ ആളുകളുടെ ഹൃദയത്തിൽ ഒരു വലിയ തുടിപ്പായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ലക്ഷണമാണ്. ഇത്തരം ആളുകൾ, ഒരുപാട് ആളുകൾ സമ്മേളിച്ചു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനന്തൻ മാഷായിട്ട് വളരെ ചെറിയ ബന്ധം മാത്രമേ എനിക്കൊക്കെ ഉണ്ടായിരുന്നു. 1983 കാലഘട്ടത്തിന് ശേഷം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും അശോക് മാഷ വീടുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായിട്ട് ആഴ്ചയിൽ 1-2 ദിവസം പ്രിയപ്പെട്ട അനന്തൻ മാഷ് വടക്കേപ്പോലിൽ നിന്നും അശോക് മാഷെ ഉൾപ്പെടുത്തുകയും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും അവർ ചർച്ച ചെയ്യുന്നത് ദൂരെ നിന്ന് നോക്കിക്കണ്ട ഒരു പ്രവർത്തകൻ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ. പ്രിയപ്പെട്ട അനന്തൻ മാസ്റ്ററുടെ ഏറ്റവും വലിയ ഈ പോരാട്ടം, ഈ പാർട്ടിയുടെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം വിജയകരമായിരുന്നു എന്നതാണ് ഈ ജനസദസ്സ് ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചരമവേളയിൽ അദ്ദേഹം നമുക്ക് നൽകിയ ഊർജം ഇങ്ങോട്ടുള്ള ബാക്കി പ്രവർത്തനത്തിന് നമുക്ക് കരുത്താകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജിയുടെ 76ാം രക്തസാക്ഷി ദിനത്തിൽ കഴിഞ്ഞ വർഷം വളരെ വിപുലമായി ആചരിച്ചതാണ്. ഈ പ്രാവശ്യവും ആ പരിപാടി നല്ല നിലയിൽ ആചരിക്കണം എന്ന് ഈ പ്രദേശത്തുകാർക്കും ആ യോഗത്തിൽ പങ്കെടുത്തവർക്കും വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോൺഗ്രസ് സംഘടനയുടെ പല പരിപാടികളും അടിക്കടി വരുന്നത് കൊണ്ട് ആ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അനന്തൻ മാഷ ചടങ്ങുദിനം 32 വർഷമായി ഈ പ്രദേശത്തുകാർ
ഓരോ വർഷവും വിപുലപ്പെടുത്തിക്കൊണ്ട് നടത്തി വരികയാണ്. അന്ന് നമ്മുടെ പഞ്ചായത്തിലോ പരിസര പ്രദേശങ്ങളിലോ അങ്ങനെയുള്ള ദിനാചരണങ്ങൾ നടക്കാറില്ല. മഹാത്മാഗാന്ധിയെ പോലെയുള്ള രക്തസാക്ഷികളുടെ ദിനാചരണം ആചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പം കടവത്തൂരിലാണെങ്കിൽ അച്ചുമാഷ്, രാമോട്ടി മാസ്റ്ററുടെ ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. കല്ലിക്കടിയിൽ സജീവിൻ്റെ ദിനം ആചരിക്കാറുണ്ട്. ഇവിടെ ടി പി രാജുവിൻ്റെ ദിനം ആചരിക്കാറുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്തിൽ അശോകൻ മാസ്റ്ററുടെയും അതുപോലെ തന്നെ ഗംഗ മാസ്റ്ററുടെയും മറ്റും ചരമ ദിനാചരണങ്ങൾ വിപുലമായി ആചരിക്കപ്പെടുന്നുണ്ട്. 33-ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 33 വർഷം കഴിഞ്ഞിട്ടും ഒരു നേതാവിനെ ഇങ്ങനെ അനുസ്മരിക്കണമെങ്കിൽ അത് അദ്ദേഹം കാണിച്ച പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണെന്ന് നാം മനസ്സിലാക്കുന്നു. അന്നമാഷുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ബന്ധങ്ങളും ഓർമ്മകളും മാത്രമേ ഉള്ളൂ എങ്കിലും സാക്ഷരതാ പ്രസ്ഥാനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. അന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം സർവീസ് അധ്യാപക ജീവിതത്തിലുള്ളപ്പോൾ അവസാന കാലത്ത് അദ്ദേഹത്തോടൊപ്പം സംഘടനാ പ്രവർത്തനത്തൊക്കെ അല്പകാലമെങ്കിലും പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതും ഏറ്റവും നല്ല ഓർമ്മകളായിട്ട് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി ഈ വർഷവും നമ്മൾ വിപുലമായ രീതിയിൽ കുടുംബസംഗമം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഫെബ്രുവരി 18-ന് പാറയുള്ളാറമ്പിൽ വെച്ച് നമ്മൾ വിപുലമായ രീതിയിൽ കുടുംബസംഗമത്തോടൊപ്പം വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ പരിപാടികളിലും മുഴുവൻ ആളുകളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചരമ വാർഷിക ദിനമാണ്. അതുപോലെ തന്നെ വെടിവെച്ച് ഉള്ള അനുസ്മരണ ദിനം കൂടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അന്തമാഷയുടെ പ്രവർത്തനം മേഖലയുമായി അതിൽ വരും തലമുറകൾക്ക് മാതൃക തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അത് ഇവിടെ എനിക്ക് മുമ്പ് നമ്മളൊക്കെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 അർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തങ്ങൾ അർപ്പിച്ചുകൊണ്ട് എത്തുന്നത്. നിങ്ങളേവരും അന്തൻ മാസ്റ്ററെ നേരിട്ട് കണ്ടവരായിരിക്കും. അദ്ദേഹത്തോടൊപ്പം നേരിട്ട് പ്രവർത്തിക്കാനും ഒപ്പം നടക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചത്. ഞാനുൾപ്പെടെയുള്ള പുതുതലമുറയിലെ പലരും അദ്ദേഹത്തെക്കുറിച്ച് വാക്കുകളിൽ കേട്ട ഒരു ഓർമ്മ മാത്രമാണ് എനിക്കുള്ളത്. ആദ്യമൊക്കെ പറയുന്നത് കേൾക്കാം. ഈ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന സമയത്ത് നിർമ്മിച്ചതാണ് എന്നൊക്കെ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സാക്ഷരതയെക്കുറിച്ച് പറഞ്ഞു. എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾക്ക് അദ്ദേഹം ഒരു അധ്യാപകനും മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്ന അന്തൻ മാസ്റ്റർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻകാല നേതാവ്. അതുപോലെയുള്ള പല മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പറഞ്ഞു കേട്ട ഓർമ്മകൾക്ക് മുമ്പിൽ 1000 പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുന്നിലും പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്മാരക മന്ദിരത്തിൽ മഹാത്മാഗാന്ധി പുഷ്പാർത്ഥന എല്ലാവരും അവിടെ